ജനങ്ങൾ പൊതുവെ ലെഫ്റ്റ് ടു ദംസെൽസ് അവർ സെക്കുലറാണ്. അവർ ജാതിയും മതവും നോക്കിയല്ല വോട്ട് ചെയ്യുന്നത്. അവരെ അങ്ങനെ ആക്കി തീർക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. ഞാനിത് കണ്ടു തുടങ്ങുന്നത് നമ്മുടെ അമ്പലപ്പുഴ ലോക്സഭാ മണ്ഡലം. പണ്ട് അമ്പലപ്പുഴയായിരുന്നു, ആലപ്പുഴ ഉണ്ടായിരുന്നില്ല. അമ്പലപ്പുഴ ലോക്സഭാ മണ്ഡലം അത് നിരന്തരം RSPക്കോ CPIക്കോ ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അത് കോൺഗ്രസ്സിന് വേണം. എന്ത് ചെയ്താൽ അത് കിട്ടുന്നില്ല. അപ്പോൾ അന്ന് വക്കം പുരുഷോത്തമൻ കരുണാകരനെ ഉപദേശിച്ചു, ഈഴവനെ കൊണ്ടുവന്ന് നിർത്തി മത്സരിപ്പിക്കുക. നല്ലൊരു ചെറുപ്പക്കാരൻ ഈഴവനെ കൊണ്ടുവന്ന് നിർത്തി മത്സരിപ്പിക്കുക. ഈഴവന് വോട്ട് ചെയ്യണം എന്ന് നമ്മൾ പറയണ്ട, അത് പറയാതെ പറയുക. അതെ, അങ്ങനെയാണ് കണ്ടശാങ്കടവിൽ നിന്ന് നമ്മുടെ VM സുധീരൻ വന്ന് മത്സരിച്ചു, ജയിക്കുകയും ചെയ്തു. അപ്പോൾ വാസ്തവത്തിൽ അതുവരെ ആലപ്പുഴക്കാർ ഈ ഒരു ആംഗിൾ ആലോചിച്ചിട്ടില്ല. പക്ഷേ വക്കം പുരുഷോത്തമൻ്റെ ബുദ്ധിയിൽ നിന്ന് ആ ജാതി കാർഡ് ഉത്ഭവിച്ചു. പിന്നെ അതങ്ങോട്ട് പോകാൻ പിന്നെ ഇവർ കൺവേർട്ടഡ് ക്രിസ്ത്യൻ്റെ വേറെയായി, TJ ആഞ്ചലോസ് എന്ന ആൾ വന്നു. അങ്ങനെ പല രീതിയിൽ പിന്നെ അവിടെ ജാതിയും മതവും കളിക്കാൻ തുടങ്ങി. രാഷ്ട്രീയത്തിൽ പൊതുവെ പൊതുജനം അവരെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അവർ ജാതിയും മതമൊന്നും കലർത്തുകയില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമൊന്നും ഒരു ജനതയ്ക്കും വന്നിട്ടില്ല. പക്ഷേ രാഷ്ട്രീയക്കാർക്ക് വോട്ട് വേണ്ടേ? വോട്ട് കിട്ടാനായിട്ട് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ എളുപ്പം ഒന്നുകിൽ ജാതിയാണ്, അല്ലെങ്കിൽ മതമാണ്. പ്രദേശം പറഞ്ഞ് ആൾക്കാരെ സംഘടിപ്പിക്കാൻ പ്രയാസമാണ്. ചേർത്തലക്കാർ മുഴുവൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വരും, നമ്മളെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒക്കെ വരും. കൊച്ചിക്കാർ മുഴുവൻ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ്, അതുകൊണ്ട് പ്രദേശം വെച്ച് സംഘടിപ്പിക്കാൻ പറ്റില്ല. പിന്നെ എന്താ ചെയ്യുക? കത്തോലിക്കർ മുഴുവൻ എൻ്റെ കൂടെ വരിക. അപ്പോൾ മറ്റേ അടുത്ത നമ്പർ ഇറക്കി ലത്തീൻ കത്തോലിക്കർ, മുഴുവൻ കത്തോലിക്കർ വേണ്ട, ലത്തീൻ മാത്രം മതി. ഇങ്ങനെയൊക്കെ വിഭജിച്ചും തല്ലിയും പിടിപ്പിച്ചും അതിൽ എരികേറ്റിയും അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോഗ്വാബ്ലിയൊക്കെ ആയി. അങ്ങനെയാണ് ഈ ക്രൈസ്തവ സഭ PC ജോർജിനെതിരെ ക്യാമ്പയിൻ നടത്തുക. ഇതുപോലത്തെ മോശം കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ചാടുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആൾക്കാർ മതത്തെ ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ടാണ്. ഉപയോഗിച്ചാൽ പോലും വിരോധമില്ല, ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പരസ്യമായിട്ട് വോട്ട് പിടിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് മെത്രാന്മാരൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ അവരൊരു ചരിത്രം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. സെക്യുലറിസം എന്നുള്ള വാക്ക് ഉണ്ടായത് എങ്ങനെയാണ്? സെക്യുലറിസം എന്ന വാക്ക് പാശ്ചാത്യ നാട്ടിലുണ്ടായത് സഭ ഭരണകാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും ഇടപെടരുത് എന്നുള്ള തീരുമാനം വന്നതിന് ശേഷമാണ്. അങ്ങനെയാണ് സഭയ്ക്ക് വേറെ സ്ഥലം പതിച്ചു കൊടുത്ത് വത്തിക്കാൻ എന്നുള്ള രാജ്യം ഉണ്ടാക്കി പോപ്പിനെ അവിടെ വാഴിച്ചു. കാർന്നവൻ ഇവിടെ ഇരുന്നോളണം, വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടരുത്. ലിയോ കേട്ടിട്ടുണ്ടോ പോപ്പ് എപ്പോഴെങ്കിലും ഏതെങ്കിലും കക്ഷിക്ക് വോട്ട് ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ പറയുന്നത്? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഇറ്റലിയിലെ തെരഞ്ഞെടുപ്പിൽ പറയില്ല, ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പിൽ പറയില്ല, ഒരിടത്തും പറയില്ല. കാരണം പോപ്പിനതിൽ കാര്യമില്ല. പോപ്പ് ഇടപെട്ട് കഴിഞ്ഞാൽ പോപ്പ് ചൂടാകും ആൾക്കാർ. ഇപ്പോഴേ ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഡൊണാൾഡ് ട്രംപ് ചീത്ത പറഞ്ഞില്ലെന്നേ ഉള്ളൂ പോപ്പിനെ. പോപ്പിനോട് പറഞ്ഞു കാർന്നവരും മിണ്ടാതിരുന്നോളണം എന്ന് പറഞ്ഞു. കാർന്നവർക്ക് എന്താ ഇതിൽ കാര്യം? വല്ല ലോകസമാധാനം വേണമെന്നൊക്കെ ഇങ്ങനെ ജനറലായിട്ട് പറയാമെന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് പോപ്പ് സ്പെസിഫിക്സിലേക്ക് കടന്നാൽ പോപ്പിന് ബുദ്ധിമുട്ടാകും. ഇത് അറിയാവുന്നവരാണ് ക്രൈസ്തവ സഭയിലെ ആൾക്കാർ മുഴുവൻ. അവരാണ് സെക്യുലറിസം എന്നുള്ള വാക്ക് ലോകത്തിന് സംഭാവന ചെയ്തത്. അതുവരെ സെക്യുലറിസം ഡിക്ഷണറിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സഭ രാഷ്ട്രീയത്തിലും ഭരണകാര്യത്തിലും ഇടപെടാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അതില്ല തിരുമേനി എന്ന് പറയേണ്ടി വരും. അത് നിങ്ങളുടെ തന്നെ പ്രിൻസിപ്പിൾ അനുസരിച്ച് നിങ്ങൾക്ക് ആ അവകാശം ഇല്ല എന്ന് പറയേണ്ടി വരും. നിങ്ങൾ എവിടെയൊക്കെ അത് ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം അതിനെ കുത്തിത്തിരിപ്പായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. സഭാ നിരോധനം, സഭയെ ഓടിച്ചിട്ട് തല്ലുക, ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ ഈ വേണ്ടാത്ത രാഷ്ട്രീയം കളിക്കുമ്പോഴാണ്. അത്
ഇപ്പോൾ വിമോചന സമര കാലത്ത് തുടങ്ങിയതാണ് കേരളത്തിൽ. വിമോചന സമര കാലത്ത് ഞാനന്ന് തീരെ കൊച്ചുകുട്ടിയാണ്, പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് ആ മുദ്രാവാക്യങ്ങളും സംഗതിയൊക്കെ. ഒരു പക്ഷേ അന്ന് സഭ രാഷ്ട്രീയത്തിൽ ഇടപെട്ടത് ഭാഗികമായിട്ടെങ്കിലും ന്യായീകരിക്കാം, സമ്പൂർണ്ണമായിട്ടല്ലെങ്കിലും അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. ഒരു നിലനിൽപ്പിനെ ചൊല്ലിയുള്ള പ്രശ്നമായിട്ട് സഭ വളർത്തിയെടുക്കുകയും മന്നത്ത് പത്മനാഭൻ കുറച്ച് മടിച്ചു നിന്നെങ്കിലും പിന്നീട് അതിനോട് യോജിക്കുകയും ചെയ്തതോടെ അത് വലിയൊരു മുന്നേറ്റമായിട്ട് മാറി. ദാറ്റ് വാസ് എൻ എക്സെപ്ഷൻ. അതല്ലാതെ പിന്നെ സഭ ഇങ്ങനെ നഗ്നമായിട്ട് രാഷ്ട്രീയത്തിൽ ഇത്ര രൂക്ഷമായിട്ട് ഇടപെടുന്നത് ഇപ്പോഴാണ്. പലപ്പോഴും ഇടപെട്ടിട്ടൊക്കെ ഉണ്ട്, ബട്ട് ഇത്ര രൂക്ഷമായ ഭാഷയിൽ PC ജോർജിനോടാണെങ്കിലും ഷോൺ ജോർജിനോടാണെങ്കിലും സംസാരിക്കുന്നത് ശരിയല്ല. ഒന്ന്, PC ജോർജും ഷോൺ ജോർജും പറഞ്ഞത് മനസ്സിലാക്കണം. അവരും കൂടെ ചേർന്നതാണ് ഈ സഭ. സഭ എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളി മെത്രാൻ്റെയോ പാലാ മെത്രാൻ്റെയോ ഏതെങ്കിലും മെത്രാൻ്റെ ലോഹയ്ക്കുള്ളിൽ ശ്വാസം മുട്ടുന്ന ഒരു സാധനമല്ല. അതിനപ്പുറത്തേക്കുള്ളതാണ് സഭ. ഒരു കിരീടവും വെച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് താൻ മെത്രാനാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അൽമായിരിപ്പ് തിരിച്ചു പറയും. സഭയുടെ പേരിൽ കേസുകൾ എത്രയുണ്ട്? സഭയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സഭയുടെ സ്വന്തം തർക്കങ്ങൾ മാനേജ് ചെയ്യാൻ സഭയ്ക്ക് പറ്റുന്നുണ്ടോ? FCRAയിൽ ഇടപെടാൻ പോകുന്നു. സ്വന്തം സ്വത്ത് തർക്കം തീർന്നിട്ടില്ല, കുർബാന തർക്കം തീർന്നിട്ടില്ല, അതെ, മുന്നോട്ട് നോക്കി വേണോ പിന്നോട്ട് നോക്കി വേണോ എന്നുള്ള തർക്കം തീർന്നിട്ടില്ല. വെറുതെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഏർപ്പാട്, മാനിക്കീൻ കുരിശ് വിവാദം ഇപ്പോഴും തീർന്നിട്ടൊന്നുമില്ല, അത് കിടപ്പുണ്ട്. ഇങ്ങനത്തെ കലാപരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർ വലിയ വലിയ വർത്തമാനം പറയരുത്.